ഗൾഫ് നാടുകളിലെ സിനിമാ ആസ്വാദകർക്ക് പ്രത്യേകിച്ച് ബോളിവുഡ് ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് വിനോദ ലോകത്ത് നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ആദ്യമായി ഈദ് ദിനത്തിൽ UAE-യിലും മറ്റ് GCC രാജ്യങ്ങളിലും വലിയ ബോളിവുഡ് ചിത്രങ്ങളൊന്നും തന്നെ തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല. കോടികളുടെ നഷ്ടമാണ് ഇതുവഴി സിനിമാ വ്യവസായത്തിന് ഇപ്പോൾ ഉണ്ടാകുവാൻ പോകുന്നതും. എല്ലാ വർഷവും ഈദ് ആഘോഷങ്ങൾ മിഡിൽ ഈസ്റ്റിലെ തിയേറ്ററുകൾക്ക് ഒരു വലിയ ഉത്സവ പ്രതീതിയാണ് നൽകാറുള്ളത്. എന്നാൽ ഇത്തവണ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. കോവിഡ് മഹാമാരി പ്രതിസന്ധി സൃഷ്ടിച്ച 2020-ന് ശേഷം ആദ്യമായാണ് ഗൾഫിൽ വലിയ ബോളിവുഡ് ഈദ് റിലീസുകൾ ഇല്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉടലെടുക്കുന്നതും. ഇത്തവണത്തെ ഈദ് റിലീസിനായി പ്രധാനമായും 2 വമ്പൻ ചിത്രങ്ങളായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഒന്ന് രൺവീർ സിംഗ് നായകനാകുന്ന ബോളിവുഡ് ചിത്രമായ ദുരന്തർ ദ റിവഞ്ചും കന്നഡ സൂപ്പർ താരം യാഷിന്റെ പാൻ ഇന്ത്യൻ ചിത്രം ടോക്സിക്കും. എന്നാൽ അപ്രതീക്ഷിതമായ ചില കാരണങ്ങളാൽ ടോക്സിക്കിന്റെ റിലീസ് നിർമ്മാതാക്കൾ നേരത്തെ തന്നെ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ഏവരുടെയും പ്രതീക്ഷ രൺവീർ സിംഗിന്റെ ദുരന്തർ ദ റിവഞ്ചിലായി മാറുകയായിരുന്നു. മാർച്ച് 19-ന് ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്ന ഈ ചിത്രത്തിന് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ വിലക്ക് നേരിടുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും പുതിയതായി വരുന്ന റിപ്പോർട്ടുകളും. ഈ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിനും ഗൾഫിൽ പ്രദർശനാനുമതി ലഭിച്ചിരുന്നില്ല. ഇതിന് സമാനമായി 2ാം ഭാഗത്തിനും ഗൾഫിൽ സെൻസർ ബോർഡിന്റെ അനുമതി ലഭിച്ചേക്കില്ല എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നതും. ഇവയ്ക്ക് പുറമേ തന്നെ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദക്ഷിണേന്ത്യൻ ചിത്രം ജനനായകൻ സെൻസർ നടപടികൾ വൈകുന്നതിനാൽ റിലീസ് അനിശ്ചിതത്വത്തിലുമാണ്. മുൻകാലങ്ങളിൽ ബോർഡർ 2, ദുരന്തർ എന്നീ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾക്കും ഗൾഫിൽ വിലക്ക് നേരിട്ടിരുന്നു. ദുരന്തർ ആദ്യ ഭാഗത്തിന് മാത്രം ഗൾഫ് വിപണിയിൽ നിന്ന് $10 മില്യൺ, അതായത് ഏകദേശം 80 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി ഓവർസീസ് വിതരണക്കാരായ പ്രണബ് കപാഡിയ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 2 ഭാഗത്തിനും വിലക്ക് നേരിടുന്നത് സിനിമാ വ്യവസായത്തിന് വീണ്ടും കനത്ത സാമ്പത്തിക ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. UAE GCC മേഖല ഇന്ത്യൻ സിനിമകളുടെ വിദേശ വരുമാനത്തിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്ന വിപണിയായാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റായ തരൺ ആദർശ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ തുടർച്ചയായി ഇന്ത്യൻ സിനിമകൾക്ക് ഗൾഫിൽ വിലക്കുകൾ നേരിടേണ്ടി വരുന്നത് സിനിമാ പ്രവർത്തകർക്കും തിയേറ്റർ ഉടമകൾക്കും ഒരുപോലെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കേണ്ട ഈദ് ദിനം ഇത്തവണ വമ്പൻ റിലീസ് ഇല്ലാതെ കടന്നു പോകുമോ എന്നാണ് സിനിമാ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പ്രതിസന്ധികൾ മറികടന്ന് ചിത്രങ്ങൾക്ക് റിലീസ് അനുമതി ലഭിക്കുമോ എന്നതും കണ്ടറിയണം. വിനോദ ലോകത്തെ മറ്റു വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.